ഞാൻ വന്നിട്ടുള്ളത് ഒറിഗാനോ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇപ്പോൾ നമ്മൾ പിസ്സയിലും അതുപോലെ ചിക്കനിലും ഒക്കെ ഫ്രൈഡ് റൈസിൽ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസിലൊക്കെ ഇടുന്നതാണ് ഈ ഒറിഗാനോ. കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം. അപ്പോൾ അത് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ വീട്ടിൽ മിക്ക വീടുകളിലുള്ളതാണ് ഈ പനിക്കൂർക്ക വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ നീര് കൊടുക്കും. അതുപോലെ പുണ്ണിനൊക്കെ നല്ലതാണ് ഈ ഒരു പനിക്കൂർക്ക. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഞാൻ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇലയൊക്കെ എടുത്തിട്ടുണ്ട്. ഇലകൾ മാത്രം ഇത് കഴുകിയിട്ട് ആണ് നമ്മൾ ഉണക്കിയെടുക്കൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വേറെ ഒരു ഐറ്റംസ് കൂട്ടുന്നുണ്ട്. തുളസിയാണ്. ഇത് തുളസിയല്ല, തുളസി കൂട്ടിയിട്ടാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിരുന്നത്. തുളസി വർഗ്ഗത്തിൽ പെട്ട തന്നെയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാം മുറ്റത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് അന്യം നിന്ന് പോയി എന്ന് പറയാം. ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ ഇതാണ് കൂടുതലുള്ളത്. ഇതിൻ്റെ പേര് എർജാൻ എന്നാണ്. പണ്ട് ചെവി വേദനയൊക്കെ ഉണ്ടായിരുന്നെന്ന് പണ്ടത്തെ ഉമ്മമാരൊക്കെ ഇതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് ചെവിയിൽ ഒഴിച്ചിരുന്നു. അപ്പോൾ അത് ഇവിടെ ഒന്നും അധികം ഇല്ല. അപ്പോൾ ഞാൻ ഒരു വീട്ടിൽ കണ്ടപ്പം അത് പറിച്ചു കൊടുന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പനിക്കൂർക്ക ഒരു പാത്രത്തിലിട്ട് കഴുകി അതിൻ്റെ പൊടികളൊക്കെ കളയാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കഴുകി എടുക്കുന്നുണ്ട്. വായ്പുണ്ണൊക്കെ ഉണ്ടായാൽ ഇത് നല്ലൊരു മരുന്നാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ വയമ്പുങ്കായ ഒരുതി കൊടുക്കുന്നത് ഇതിൻ്റെ നീരിലാണ് ഒക്കെ. അങ്ങനെ മിക്ക വീടുകളിലും ഇതുണ്ടാവും. അപ്പോൾ ഞാനിതാ കഴുകിയിട്ട് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ഇതാ ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെയിലത്ത് ഉണക്കിയെടുത്താലും നല്ലതാണ്. അപ്പോൾ ഞാൻ ഓവൻ്റെ ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ആ ഒരു ഇലകളൊക്കെ ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ എർജാൻ്റെ ഇലയും ഇതിൽ നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാ ഇലയും ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് വെയിലത്ത് ഉണങ്ങുകയാണെങ്കിൽ ഒരു നല്ല വെയിലുണ്ടെങ്കിൽ ഒരു 2 ദിവസമൊക്കെ ഇതേപോലെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം. ഓവനിലാകുമ്പോൾ ഒരു 10-20 മിനിറ്റ് നമ്മൾ ഓവനിൽ വെച്ചാൽ അത് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. അതിൻ്റെ നീരൊക്കെ വറ്റിയിട്ട്. ഇപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ് 150 ഡിഗ്രിയിലൊരു 20 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. ഓവനില്ലാത്തവർ വെയിലത്ത് വെച്ചാലും മതി. അല്ലെങ്കിൽ ഒരു ഫ്രൈ പാനിൽ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് 2 ഭാഗം മറിച്ചിട്ടിട്ട് അങ്ങനെയും ചെയ്യാം. നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ആകുമ്പോൾ വെയിലത്തിട്ടാലും ഉണങ്ങും. അപ്പോൾ അതാ നന്നായിട്ട് വെള്ളമൊക്കെ അതിൻ്റെ നീരൊക്കെ വറ്റി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്നാൽ ഈ രീതിയിൽ ചെയ്തെടുക്കാം. ഞാൻ 2 പ്രാവശ്യം ചെയ്തിരുന്നു. അതൊക്കെ തുളസിയില ഇട്ടിട്ടാണ് ചെയ്തത്. ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എർജാൻ്റെ ഇല കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തതാണ്. തുളസിൻ്റെ ഇലയും നല്ലതാണ്. അപ്പോൾ അതാ രണ്ടും നന്നായിട്ട് മുരിഞ്ഞിരിക്കണം. നമ്മൾ കയ്യിൽ പിടിച്ചാൽ തന്നെ അതിങ്ങനെ പൊടിഞ്ഞ് പോരുന്നുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ട് പൊടിക്കൊന്നും വേണ്ട. കുറഞ്ഞ അങ്ങനെ ഇലൻ്റെ ഒരു ചെറിയ പീസായി കിട്ടണം. അപ്പോൾ ഇത് ഞാൻ കയ്യിൽ ഒരു പാത്രത്തിലിട്ട് അങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇത് ആണ് പിന്നെ പൊടിച്ചെടുത്തേക്കാണ്. മിക്സിയിലാകുമ്പോൾ നന്നായിട്ട് പൊടിയാവും. പൊടിയാവേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെയാണ് ഈ ഒരു കറക്റ്റിൽ കിട്ടുള്ളൂ. മിക്സിയിലിട്ട് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ അങ്ങോട്ട് നന്നായിട്ട് പൊടിയാവും. അപ്പോൾ ഇതാ നമ്മുടെ ഓറിഗാനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേ ഒരു സ്മെല്ല് തന്നെയാണ് ഈ ഒരു ഒറിഗാനോക്കും. നമ്മൾ കൈവച്ച് പൊടിക്കുമ്പോൾ അതുപോലെ ഈ ഒരു തണ്ടൊക്കെ ചിലപ്പോൾ അത് മുരിഞ്ഞിട്ടുണ്ടാവില്ല. അതൊന്ന് നമുക്ക് എടുത്ത് മാറ്റിക്കളയാം. അപ്പം നമ്മുടെ ഒറിഗാനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള സാധനം കൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി പൈസ കൊടുത്ത് വാങ്ങണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്